പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും നമ്മളുടെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8th സ്റ്റാൻഡേർഡിന്റെ നെഗറ്റീവ് നമ്പേഴ്സ്, ന്യൂനസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. എന്താണ് ന്യൂനസംഖ്യ, എപ്പോഴാണ് നമുക്ക് അതിന്റെ ആവശ്യം വരുന്നത് അല്ലെ, എന്താണ് അതിന്റെ പ്രയോഗം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. 7ാം ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യം തന്നെയാണ് ഈ ന്യൂനസംഖ്യകൾ എന്ന് പറയുന്നത്, നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് അതിനെ പറ്റിയിട്ട് നല്ല ധാരണയൊക്കെ ഉണ്ടായിരുന്നു 7ാം ക്ലാസ്സിൽ അല്ലെ. യെസ്, ഇവിടെ വരുമ്പോ നമ്മള് 8th സ്റ്റാൻഡേർഡിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ മാഷ എക്സ്പ്ലെയിൻ ചെയ്തത് നെഗറ്റീവ് നമ്പേഴ്സിന്റെ ക്രിയകൾ, കാൽക്കുലേഷൻസ് എങ്ങനെയാണ് നമുക്ക് നിർവചിക്കേണ്ടത്, അതിന്റെ ഒരു പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ മാഷ് പ്രധാനമായിട്ട് വിശദീകരിച്ചത്. അപ്പൊ അതിന്റെ ചില പ്രായോഗികമായിട്ടുള്ള ചില സന്ദർഭങ്ങളൊക്കെ മാഷ് വിശദീകരിച്ചു. എപ്പോഴാണ് ഈ നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഉപയോഗം നമുക്ക് കൂടുതലായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുക്കേണ്ടി വരുന്നത് എപ്പോഴാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. മുകളിലോട്ട് പോകുന്ന ഒരു വസ്തു താഴോട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് അതിന്റെ ഒരു പ്രയോഗം വരുന്നത്. കാരണം മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് അല്ലെ അതിന്റെ സ്പീഡ് എന്താണ്, താഴോട്ട് വരുമ്പോൾ അതിന്റെ സ്പീഡ് എന്താണ്, സ്പീഡ് താഴോട്ട് വരുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ നമുക്ക് ആ നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഉപയോഗം കൂടുതൽ വിശദീകരിച്ചു. അപ്പൊ അവിടെ മാഷ് പ്രധാനമായിട്ട് പറഞ്ഞത് വേറൊന്നുമല്ല, നമുക്ക് 2 സന്ദർഭങ്ങളിൽ 2 സമവാക്യങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് അല്ലെ, 2 സമവാക്യങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് v-at എന്നുള്ളതിന് പകരം at-v എന്ന് ഉപയോഗിക്കുക 2 സന്ദർഭങ്ങളിൽ എന്നുള്ളതിന് പകരമായിട്ട് ഒരൊറ്റ ഫോർമുലയായിട്ട്, ഒരൊറ്റ സമവാക്യമായിട്ട് നമുക്കതിനെ മാറ്റി എഴുതിയാൽ, പക്ഷെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നതിന് വേണ്ടി മുകളിലോട്ട് താഴോട്ട് എന്നുള്ളതിന് വേണ്ടിയിട്ട് അല്ലെ നമുക്ക് അവിടെ അങ്ങനെ ഒരു നെഗറ്റീവ് ചിഹ്നം, ന്യൂനസംഖ്യയുടെ ചിഹ്നം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സൗകര്യമായിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. 2ാമത്തെ ചെറിയ വീഡിയോയിലായപ്പോഴേക്ക് ന്യൂനസംഖ്യകളുടെ ചില ചെറിയ ക്രിയകളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അതിൽ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ള കാര്യം, ഒരു നെഗറ്റീവ് നമ്പർ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നെഗറ്റീവ് നമ്പർ കുറയ്ക്കുക അല്ലെ, മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആ പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് മാഷ് പറഞ്ഞത് 5 - -3 എന്ന് പറഞ്ഞാൽ സത്യത്തില് ഉദ്ദേശിക്കുന്നത് 5 + 3 എന്നാണ്. അതായത് ന്യൂനസംഖ്യയുടെ അതിസംഖ്യ, പോസിറ്റീവ് സംഖ്യ, അതായത് നെഗറ്റീവ് നമ്പറിന്റെ ആ പോസിറ്റീവ് വാല്യൂ ആഡ് ചെയ്യുക എന്നുള്ളത്. 5 + 3 എത്ര ആൻസറിലേക്ക് കിട്ടും, നമുക്ക് 8 എന്നുള്ള ആൻസറിലേക്ക് കിട്ടും എന്നാണ്. ഉദാഹരണത്തിന് നമുക്ക് അതിനെ x - -y നമുക്ക് എങ്ങനെ എഴുതാം, x + y എന്ന് എഴുതാം എന്നർത്ഥം. അതായത് ആ നെഗറ്റീവ് നമ്പറിന്റെ അതിസംഖ്യ, പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ മതി എന്നർത്ഥം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, 3 അല്ലെ, -3 + 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ എന്താണ് ആൻസർ കിട്ടുക എന്നതിന്റെ തൊട്ട് മുന്നേ വിശദീകരിച്ചിരുന്നു. -3 3 കൂടി, അതായത് 2 സംഖ്യകൾ, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ ഉത്തരം എന്താവും, 0 ആയിരിക്കും എന്ന് പറയുന്ന ഒരു ആശയം കൂടി അതിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനൊക്കെ മുന്നേ നമ്മൾ പറഞ്ഞത് 2 ഡിഫറന്റ് ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ക്രിയ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാലോചിച്ചാൽ മതി, വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടുക എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി അല്ലെ. സബ്സ്ട്രാക്ട് ദ സ്മാളർ വാല്യൂ ഫ്രം ദ ബിഗ്ഗർ വാല്യൂ ആൻഡ് പുട്ട് ദ സൈൻ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വൺ. അത്രേ ഉള്ളൂ. അതായത് വലുതിൽ നിന്ന് ചെറുതങ്ങ് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം എന്താച്ചാൽ അതിട്ട് കൊടുക്കുക. ഉദാഹരണത്തിന് -7 + 4 ആണ് നിങ്ങൾക്കൊരു കണക്ക് വന്നത് എങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, 2 വ്യത്യസ്ത ചിഹ്നങ്ങളാണ് അവിടെ അല്ലെ. ആ ക്രിയയിൽ ഒരൊറ്റ കാര്യം മാത്രമേ ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. സോ ഇവിടെ വലുത് 7 ആണ്,
7 4 കുറച്ച് കഴിഞ്ഞാൽ 3 ആണ്. 7ന്റെ ചിഹ്നം എന്താണ്? മൈനസ് ആണ്. സോ -3 എന്നുള്ള ഉത്തരം കിട്ടി. നേരെ തിരിച്ച് നമുക്ക് ഇങ്ങനെയാവാം അല്ലെ, 4 - 7 എന്നും ആവാം. ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. 4 - 7 4 - 7 എന്ന് പറയുമ്പോൾ 4ന്ന് 7 കുറയ്ക്കുക എന്നാണ്. 4ന്ന് 7 കുറയ്ക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ഉത്തരം എന്ത് തന്നെയാണ്? -3 തന്നെയാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, -7 + 4 എന്ന് പറയുന്നത് 4 - 7 ആണ് എന്നർത്ഥം. ശരിയല്ലേ അല്ലെ? ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി സൂചിപ്പിക്കാം. -7 - 4 എന്ന് എഴുതാം അല്ലെ. അതായത് 7ന്ന് 4 കുറച്ചിട്ട് 7ന്റെ ചിഹ്നമായിട്ടുള്ള മൈനസ് ഇട്ട് കൊടുക്കുക. ഇതായിരുന്നു നമ്മളെ എക്സും വൈയും ഒക്കെ വെച്ചുകൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യം അല്ലെ. എക്സും വൈയും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി അല്ലെ. എന്താ എഴുതിയത്? നമ്മുടെ എക്സ് വൈയിനേക്കാൾ ചെറുതാണെങ്കിൽ, എക്സ് വൈയിനേക്കാൾ ചെറുതാണെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് -y + x ആണ്. and that is equal to - എന്താണ്? y - x ആണ്. അതായത് വലുതുന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നതാണ് എന്നെല്ലാം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് സംഖ്യകൾ വെച്ച് പറയുന്ന സാധനത്തിന് കണ്ടോ, അപ്പൊ അവിടെ 7ന് പകരം ഞാൻ x എന്ന് ഉപയോഗിച്ചു മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ y എന്നൊക്കെ ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. വേറെ യാതൊരു പ്രശ്നങ്ങളും അവിടെ വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ സൂചിപ്പിക്കാം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. ശരി, ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ മാഷ് പറഞ്ഞ ഒറ്റ കാര്യമാണ്, രണ്ട് വ്യത്യസ്ത ചിഹ്നം വരുമ്പോൾ ഒറ്റ കാര്യം ആലോചിക്കാം, വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക, അത്ര മാത്രം ആലോചിച്ചാണ്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറഞ്ഞത്, ഒരു നെഗറ്റീവ് നമ്പർ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു നെഗറ്റീവ് നമ്പർ ന്യൂനസംഖ്യ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യ, അതിന്റെ അതിസംഖ്യ പോസിറ്റീവ് സംഖ്യ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ 5 - -3 എന്ന് പറഞ്ഞാൽ ഉത്തരം എന്താണ് കിട്ടുക? 8 എന്നാണ് കിട്ടുക. അതായത് ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ മാറ്റി എഴുതാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാഷിന് ഒരു ചെറിയ സംശയം മനസ്സിലുള്ളത്, അതായത് ആ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ളത്, ഇങ്ങനെ വന്നാലോ 0 - -3 എന്ന് വന്നാലോ 0 നിന്ന് -3 കുറയ്ക്കുക. ഒരു കുഴപ്പമില്ല, നമ്മളിപ്പോ വിശദീകരിച്ച പോലെ തന്നെ 0 ഇത് കൂട്ടുകയാണ്, 3 കൂട്ടുകയാണ്. സോ എന്താണ് ഉത്തരം കിട്ടുക? 0 + 3 and that is equal to 3. ഇവിടെ എന്താ ഒരു കാര്യം മനസ്സിലായത്? ഈ 0ന് ഇവിടെ ഒരു വാല്യൂ ഇല്ലല്ലോ, നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, -3 = 3 എന്ന് എഴുതിയാൽ മതി എന്നർത്ഥം. ബാക്കിയൊന്നും അവിടെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പൊ എന്താണ് ഈ എഴുതിയതിന്റെ അർത്ഥം? ഒരു നെഗറ്റീവ് നമ്പറിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്, ഒരു ന്യൂനസംഖ്യയുടെ ന്യൂനം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതായത് -3 = 3. നമുക്ക് അതിനെ ചിഹ്നം ഉപയോഗിച്ചിട്ട് എഴുതാം, എക്സോ വൈ ഒക്കെ വെച്ചുകൊണ്ട് എഴുതാം. ഇങ്ങനെ -x എന്താണ്? x ആണ് എന്ന് എഴുതാം. ഇതും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇത് ഇന്ന് നമ്മൾ പറഞ്ഞ ഒരു പുതിയ, അതായത് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതിന്റെ ഒരു തുടർച്ച തന്നെയാണിത്. അതായത് ഒരു നെഗറ്റീവ് നമ്പർ കുറയ്ക്കുക, സബ്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു വെച്ചാൽ ആ നമ്പർ ആഡ് ചെയ്യുക എന്നാണ് അതിന്റെ മീനിങ് എന്ന് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിന്റെ ഒരു തുടർച്ചയാണ്. ഒരു നെഗറ്റീവ് നമ്പറിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് -a നമ്പർ = പോസിറ്റീവ് അല്ലെ, അത്രേ ഉള്ളൂ. നെഗറ്റീവ് ഓഫ് എ നെഗറ്റീവ് നമ്പർ = പോസിറ്റീവ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം, മനസ്സിലൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറേ ഇപ്പോഴും അതങ്ങനെ ഡൗട്ട് തീരുന്നില്ല. അപ്പൊ മാഷ് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ മോഡലിൽ തന്നെയാണ് അതിന് വിശദീകരിച്ച് വരുന്നത്, അതിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല മാഷ്. ആ ഒരു രീതിയിൽ നിന്ന് മാഷ് വിട്ടുമാറി വിശദീകരിച്ചിട്ടേ ഇല്ല. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതിൽ നിന്ന് ഒന്ന് മാറി കുറച്ചൊക്കെ എക്സ്ട്രാ വിശദീകരിക്കാൻ ശ്രമിക്കാം. അപ്പൊ ചിലപ്പോൾ കുറച്ചുകൂടി ഒക്കെ ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാം. ഓക്കെ, അത് ചെയ്യാം, അതിനെ പ്രശ്നമില്ല. എന്തായാലും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മാത്രം, വളരെ ശ്രദ്ധിച്ചു മാത്രം ചെയ്യേണ്ട കാര്യമാണ് ഈ ചാപ്റ്ററിലുള്ളത്.
സംഭവം വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ മാഷ് ഇതുവരെ പറഞ്ഞ 3 വീഡിയോയിൽ നിങ്ങൾക്ക് ഓർക്കേണ്ടതായിട്ട് പറഞ്ഞിട്ടുള്ളൂ. രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുന്ന ഒരു ക്രിയ ചെയ്യുന്ന സന്ദർഭത്തില് നിങ്ങളൊരു ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം വിട്ടു, അതവിടെ വിട്ടു. രണ്ടാമത്തെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞത്, ഒരു നെഗറ്റീവ് നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യുക, ഒരു ന്യൂനസംഖ്യ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ, ആ പോസിറ്റീവ് നമ്പർ, ആ അതിസംഖ്യ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രേ ഞാൻ പറഞ്ഞത്. ഇത് മാത്രമാണ് ഈ ഒരു 2 ക്ലാസ്സിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർത്തു വെക്കേണ്ടത്. ബാക്കിയൊക്കെ അതിൻ്റെ പ്രായോഗിക തലങ്ങളെ പറ്റിയിട്ടൊക്കെ മാഷിങ്ങനെ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്താണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മളൊരു കണക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഈ 2 മാത്രമാണ് ഓർത്ത് വെക്കേണ്ടത്. സോ കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് പല പല കണക്കുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തരുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. അപ്പൊ പേജ് നമ്പർ 170, പേജ് നമ്പർ 170 ഞാൻ ഇവിടെ എഴുതാം. പേജ് നമ്പർ 170, അത് മലയാളം മീഡിയത്തിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയം ആകുമ്പോൾ അതിന്റെ പേജ് നമ്പറിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് നല്ലോണം ശ്രദ്ധിക്കണം, പേജ് നമ്പറിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇതില് 170, പേജ് നമ്പർ 170 തന്ന ഒരു കണക്കുണ്ട്. എന്താണ് പറയുന്നത്? എക്സിന് പല വിലകൾ എടുത്തുകൊണ്ട്, ഓക്കെ, എക്സിന് പല വാല്യൂസ് എടുത്തുകൊണ്ട് ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊന്ന് പരിശോധിക്കുക. ചെക്ക് വെദർ ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൻ ബിലോ ആർ ട്രൂ ഓർ ഫാൾസ്. അതാണ് ചോദ്യം. എക്സിന് എന്ത് വില വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പോസിറ്റീവ് കൊടുക്കാം, നെഗറ്റീവ് കൊടുക്കാം, അതിസംഖ്യ കൊടുക്കണം, ന്യൂനസംഖ്യ ഒക്കെ കൊടുക്കണം, 0 കൊടുക്കണം കേട്ടോ. ഒക്കെ കൊടുത്തുകൊണ്ട് ഈ പറയുന്ന കാര്യം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പൊ അതിന് ഒരു ഉദാഹരണം ഞാൻ ഫസ്റ്റ് എക്സാമ്പിൾ ചെയ്യാൻ എടുക്കുകയാണ്. ചെക്ക് വെദർ 1 plus x is plus 1 minus x. 1 minus x is equal to 2. ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാനാ പറഞ്ഞത്. എങ്ങനെ? എക്സിന് പല പല വാല്യൂസ് ഇട്ട് കൊടുത്തുകൊണ്ട് ഈ പറഞ്ഞ വസ്തുത ശരിയാണോ, ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളത് ഒന്നിലൂടെ ഒരു സംഖ്യ കൂട്ടിയിട്ട് കിട്ടുന്ന ഒരു ഉത്തരം, ഒന്നിൽ നിന്ന് ആ സംഖ്യ കുറച്ചിട്ട് കിട്ടുന്ന ഉത്തരവും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 2 കിട്ടും. എക്സ് ഏത് വിലയായാലും എന്നാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞുള്ളത്. ശരിയാണോ ഉറപ്പില്ല കേട്ടോ, നമ്മളത് ചെക്ക് ചെയ്യാൻ പോണേ. അപ്പൊ മാഷിനി അതൊന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഏർപ്പാട്, അതായത് എക്സിന് വില കൊടുക്കുക. അപ്പൊ ഞാൻ ആദ്യം എക്സിന് ഒരു പോസിറ്റീവ് സംഖ്യ 4 എന്ന് കൊടുക്കുക കേട്ടോ. 4 എന്ന് കൊടുക്കുക. എന്തിന് 4 കൊടുത്തു? അതെന്റെ മനസ്സിൽ 4 വന്നത് കൊണ്ട് 4 കൊടുക്കും. ശരി, ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് 1 plus 4 എന്ന് പറയുമ്പോൾ എത്ര എനിക്ക് ഉത്തരം കിട്ടുക? 5. അതവിടെ കണ്ടിട്ടെ. ഇനി 1 minus 4 കേട്ടോ. 1 minus 4 എന്തായിരിക്കും ഉത്തരം കിട്ടുക? നോക്കണേ. അതുകൂടെ ഒരു സംഖ്യ പോസിറ്റീവ് ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ വലുത് 4, 4 കുറച്ചാൽ 3. ഞാൻ 3 ഇട്ടു, വലുതിന്റെ ചിഹ്നം കണ്ടോ, -4. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി എനിക്ക് വേണ്ടത് ഇത് 2 കൂടി ഒന്ന് ആഡ് ചെയ്യണം. കണ്ടോ, ഇത് 2 കൂടി, അതായത് 1 plus x ആണ് ഇത്, 1 minus x ആണ് ഇത്. ഇത് 2 കൂടി ഒന്ന് ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. 5 plus -3 is equal to, എന്താ ഉത്തരം എനിക്ക് അറിയില്ല, ഞാൻ ചെക്ക് ചെയ്യാൻ പോണേയുള്ളൂ. 5 plus -3 എന്ന് പറയുന്നത് ഉത്തരം. ഇവിടെ നോക്കാം, 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നിട്ടുണ്ട്, ഡിഫറെന്റ് സൈൻസ് വന്നിട്ടുണ്ട്. സോ വാട്ട് വി ക്യാൻ ഡു, സബ്ട്രാക്ട് ദ സ്മാളർ നമ്പർ ഫ്രം ദ ബിഗർ നമ്പർ. ഓക്കേ, സോ 5 ന്ന് 3 കുറയ്ക്കുന്നു. 5 ന്ന് 3 കുറയ്ക്കുമ്പോൾ എന്താ? 2. ഇനി വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. വലുതിന്റെ ചിഹ്നം പോസിറ്റീവ്, അപ്പൊ പിന്നെ ഒരു പ്ലസ് ഇടേണ്ട ആവശ്യമില്ല അല്ലേ? കാരണം ഏത് സംഖ്യ എഴുതി വെച്ചാലും അതിന് നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്ക് കൊടുക്കുന്ന അസൈൻ ചെയ്യുന്ന ഒരു ചിഹ്നമാണ് പോസിറ്റീവ് എന്ന് പറയുന്നത് അല്ലേ? നെഗറ്റീവ് ആണെന്ന് മാത്രമേ പർട്ടിക്കുലർലി നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ എക്സ് ഒരു പോസിറ്റീവ് നമ്പർ ആവുമ്പോൾ ഇത് ഓക്കെ ആണ്, ശരിയാണ് ആ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇനി 0 എടുത്താലോ? എന്നാ ഞാൻ എക്സിന് 0 എന്നുള്ള വില കൊടുക്കാൻ പോവാണ്. എക്സിന് 0. അടുത്തൊരു കണ്ടീഷൻ, എക്സിന് 0 കൊടുത്താൽ 1 plus 0 എന്ന് പറയുമ്പോ 1 തന്നെയാണ്, കുഴപ്പമില്ല. 1 minus 0 എന്ന് പറയുമ്പോഴോ അത് 1 തന്നെയാണ്. അതായത് 1 plus x 1 minus x. 1 plus 0 1 minus 0 ഒന്ന് തന്നെയാണ്.
ഞാൻ ഇതിന്റെ രണ്ടും കൂടി ഇത് കൂട്ടി വെക്കുക. അപ്പൊ 1 + 1 = എന്താണ് ഉത്തരം കിട്ടുന്നത്? 2. അപ്പൊ ഇവിടെ ട്രൂ ആണ്, ഇവിടെയും ട്രൂ ആണ്. പക്ഷെ ഉറപ്പിക്കാനായിട്ടില്ല, നമുക്ക് നെഗറ്റീവ് നമ്പർ കൊടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സിന് -3 എന്ന് പറയുന്നത് വരുന്നത് വെറുതെ അത് എന്ത് വേണമെങ്കിൽ നെഗറ്റീവ് നമ്പർ നിങ്ങൾക്ക് കൊടുക്കാട്ടോ. ഞാനത് എന്റെ ഇഷ്ടത്തിന് ഒരു -3 എന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ആദ്യം 1 + x ഒന്ന് കാണാൻ പോവാണ്. സോ 1 + -3. ഇത് വന്നാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ അർത്ഥം 1 - 3 എന്നാണ് ശരിക്കും പറഞ്ഞു വെച്ചാല്, അല്ലെ? അതായത് 1 ൽ നിന്ന് 3 കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ എടുക്കാം, അങ്ങനെ ചിന്തിക്കാം. ഞാൻ ഒന്നും വേണ്ട, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം അങ്ങനെ ആലോചിച്ചാലും മതി. 3 ൽ നിന്ന് 1 കുറച്ചു 2. 3ന്റെ ചിഹ്നം മൈനസ്. ഓക്കെ, അത് റെഡി. അപ്പൊ എന്താ ഇനി നമുക്ക് 1 - x കാണണ്ടേ? അപ്പൊ 1 - -3. വളരെ ശ്രദ്ധിക്കണം. 1 - -3. ഞാൻ ഈ -3 ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ 1 - -3 എന്താ ഞാൻ പറഞ്ഞ 2 നെഗറ്റീവ് അല്ലെ? ഒരു ന്യൂനസംഖ്യയുടെ ന്യൂനം പ്ലസ് ആയി, ഒരു നെഗറ്റീവ് നമ്പറിന്റെ നെഗറ്റീവ് പ്ലസ് ആയി. സോ 1 + 3 അല്ലെ = എത്രയാ? 4. ഇനി എന്താ വേണ്ടത്? ഇനി രണ്ട് ഉത്തരം കൂടി, അതായത് 1 + x ഉം 1 - x കൂടി ഒന്ന് ആഡ് ചെയ്യണം. സോ -2 + 4. കണ്ടോ? 1 + x എന്ന് പറഞ്ഞാൽ -2 ആണ്, 1 - x എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ -2 + 4. അവിടെ വീണ്ടും നമ്മൾ പറഞ്ഞ രീതി എന്താ? വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. ഓക്കെ, 4 ന് 2 കുറച്ചു 2 അല്ലെ? 4ന്റെ ചിഹ്നം എന്താണ്? പോസിറ്റീവ്. പോസിറ്റീവ് കൊടുത്ത ആവശ്യമില്ല. സോ ഒരു നെഗറ്റീവ് നമ്പർ വരുമ്പോഴും ആ കണ്ടീഷൻ ശരിയാണ് എന്നർത്ഥം. സോ വി ഹാവ് ചെക്ക് പുട്ടിംഗ് ദ വാല്യൂ അല്ലെങ്കിൽ ടേക്കിംഗ് ദ വാല്യൂ positive value for x and 0 for x and a negative value for x. Okay alle? Yes. And in 3 conditions, അല്ലെ, 3 കണ്ടീഷൻസിലും we got the same answer. നമുക്ക് ഒരേ ഉത്തരം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. So the statement is absolutely correct. അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് whether x is a positive number, whether x is 0, whether x is negative number, the statement is absolutely true. ശരിയല്ലേ? x പോസിറ്റീവ് ആയാലും x 0 ആയാലും x നെഗറ്റീവ് ആയാലും ഈ എഴുതിയിരിക്കുന്ന പ്രസ്താവന ശരിയാണ് എന്നർത്ഥം. ഓക്കെ, വി ഹാവ് ചെക്ക്ഡ് ഇറ്റ്. നമ്മളത് പരിശോധിച്ച് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഏതെങ്കിലും സംഖ്യകളൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ശരിയല്ലേ നോക്കാം. അതന്നെ. അപ്പൊ അതാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഈ മോഡലിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു മോഡൽ ചോദ്യം കാണുമ്പോൾ നമ്മൾ ആകെ ബേജാറാവേണ്ട ആവശ്യമില്ല. എന്താ എക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്താ വൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആകെ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. നോ നീഡ് ഓഫ് ഇറ്റ്. അങ്ങനെ അതിൽ വേറെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് കേട്ടോ, അതുകൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ സമയത്തിന്റെ ഒരു അപര്യാപ്തത കൊണ്ട് മാത്രമാണ് എല്ലാ കണക്കുകളും ചെയ്യാൻ നിൽക്കാത്തത്. കാരണം ഇതിന് ടൈം എടുക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ, ഓരോന്നായിട്ട് വാല്യൂസ് പുട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അറിയില്ലെങ്കിൽ അപ്പ എന്നോടൊന്ന് ചോദിച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ സഹായിക്കുകയും ചെയ്യാം. ഓക്കെ, ചുമയൊക്കെ ഉണ്ട് കേട്ടോ, പറയാൻ പറ്റില്ല എന്താണ് ഈ കാലഘട്ടം എന്ന് പറയണത്, അല്ലെ? ഒന്നുമില്ലാതിരിക്കട്ടെ അല്ലെ? ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ അതൊന്ന്. പിന്നെ രണ്ടാമതായി വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, അതില് എക്സും വൈയും എടുത്തിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടി ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എക്സും വൈയും എടുത്തിട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തന്നിട്ട് നമുക്ക് അടുത്ത ഒരു ഇതിലേക്ക് കടക്കാം. അപ്പൊ ഓക്കെ, ഞാനിത് മായ്ച്ചു കൊടുക്കുക. ശരി, ഞാനത് മായ്ച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഈ സംഖ്യകൾ എടുക്കണ്ട കേട്ടോ, നിങ്ങൾ വേറെ 0 പിന്നെ 0 തന്നെ എടുക്കാൻ പറ്റും കേട്ടോ, ലക്ഷമില്ല. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് എടുക്കുമ്പോൾ മാത്രം നിങ്ങളുടെ അവിടെ ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ഞാൻ ഇനി എക്സും വൈയും എടുത്തിട്ടുള്ള ഒരു പ്രോബ്ലം കൂടി ഒന്ന് വിശദീകരിക്കാൻ പോവാണ് കേട്ടോ. സോ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അവിടെ എക്സ് വൈ പല സംഖ്യകൾ എടുത്തിട്ട്, സോ taking different values for x and y, calculate x plus y and x minus y. Okay, അപ്പോൾ x plus y കാൽക്കുലേറ്റ് ചെയ്യാം, പിന്നെ x minus y കാൽക്കുലേറ്റ് ചെയ്യാം. x നും y ക്കും വ്യത്യസ്ത വാല്യൂസ് എടുത്തുകൊണ്ട്
എന്നിട്ട് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് പരിശോധിക്കുക. എന്താണെന്ന് അറിയോ? എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. അത് ചെക്ക് ചെയ്യാണ്. എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. എക്സിലൂടെ വൈ കൂട്ടിയിട്ട് കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് എക്സ് കുറച്ച് കഴിഞ്ഞാൽ വൈ തന്നെ കിട്ടുമോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ അല്ലയോ? എങ്ങനെ? എക്സിനും വൈനും പല പല വാല്യൂസ് എടുത്തിട്ട് ചെക്ക് ചെയ്യണോ? അപ്പൊ നമുക്ക് പല പല വാല്യൂസ് ഉണ്ട് അല്ലെ. ഞാനിവിടെ സ്ട്രൈറ്റ് അവേ എക്സിന് ഒരു പോസിറ്റീവ് നമ്പറും വൈക്ക് ഒരു നെഗറ്റീവ് നമ്പറും കൊടുക്കണം. കുഴപ്പമില്ലല്ലോ. എക്സിന് ഒരു പോസിറ്റീവ് നമ്പർ കൊടുക്കുകയാണ്, വൈക്ക് ഒരു നെഗറ്റീവ് നമ്പർ കൊടുക്കുകയാണ്. സോ ഐ ആം ടേക്കിംഗ് എക്സ് ഇസ് ഈക്വൽ ടു 3 and y is equal to how much? -5. അവിടെ -5. ഓക്കെ, ഞാൻ എക്സ് ഇനി ഇത് ഫ്രാക്ഷൻസ് ഒക്കെ എടുക്കാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഫ്രാക്ഷൻ ഒക്കെ എടുക്കാം. അല്ലാതെ ഞാനിത് പൂർണ്ണസംഖ്യ എടുക്കുന്നത് എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ ഫ്രാക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തീരും അല്ലെ, ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് മാത്രം ഞാൻ ഉപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റുമെങ്കിൽ ഫ്രാക്ഷൻ ഒക്കെ എടുത്തിട്ട് ചെയ്തോ, 1/2 എന്നൊക്കെ എടുത്തിട്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല, ചെക്ക് ചെയ്തോ. അതാണ് അതിന്റെ ഒരു പ്രോപ്പറായ വഴി എന്ന് പറയുന്നത്, ചാലഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ x is equal to 3 and y is equal to -5. So we can check and x plus y എന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. സോ ഞാൻ x plus y എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. x plus y equal to അപ്പോൾ 3 plus -5 ഉണ്ട് അല്ലേ. 3 plus -5 എന്താ 3 plus -5 കിട്ടുക? വലുതിന് ചെറുത് കുറച്ച്, വലുതിന്റെ ചിഹ്നം വലുത് 5 ആണ്. 5ന്ന് 3 കുറച്ചു 2, 5ന്റെ ചിഹ്നം മൈനസ്. ഓക്കെ, അവിടെ കിടക്കട്ടെ കേട്ടോ. x plus y equal to -2. ഇനി ഞാൻ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്റെ x plus y ന്ന് x ഒന്ന് കുറയ്ക്കാൻ പോവാണ്. സോ x plus y എനിക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? -2 മൈനസ് ഇനി x അതിൽ നിന്ന് കുറയ്ക്കുകയാണ് 3, അതിൽ നിന്ന് കുറയ്ക്കുക. -2 -3 ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഇങ്ങനെ ഒരേ ചിഹ്നം വരുമ്പോ രണ്ടും കൂട്ടിയിട്ട് അതേ ചിഹ്നം ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. യെസ്, 2 3 കൂടി കൂട്ടുക എന്ന് പറഞ്ഞാൽ 5. അതുപോലെ -2 -3 കൂടി അവിടെ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ -2 പ്ലസ് -3 എന്നാണ് അല്ലെ. അത് അല്ലെങ്കിൽ ഞാൻ അതിന് വേറെ വിശദീകരണം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താ വിശദീകരണം പറഞ്ഞത്? ശരി, ഓക്കെ. അപ്പൊ അത് നമുക്കൊന്ന് ചെയ്തോ. -2 -3. ഓക്കെ, സോ -2 -3 എന്ന് പറയുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? -5. നോക്കാം, കണ്ടോ? അപ്പോ ഒരു കാര്യം ഉറപ്പായി, എന്ത്? x plus y minus x is equal to എന്ത് തന്നെയാണ്? y തന്നെയാണ് എന്നർത്ഥം. റെഡിയല്ലേ? അപ്പോ ആ കാര്യം ക്ലിയർ ആയിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. റെഡിയാണല്ലോ? യെസ്, ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ലല്ലോ? യെസ്, ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല എന്നാണ്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ കാര്യവും ക്ലിയർ ആയിട്ടുണ്ട്. അതായത് ഇത് റെഡിയാണ് എന്നർത്ഥം. ഇനി ഇവിടെ x മൈനസ് വൈ വരുന്നൊരു ചോദ്യം കൂടി കേട്ടോ. അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് ചെയ്തു നോക്കല്ലേ. ഇനി അവിടെ തന്ന അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നറിയോ? x മൈനസ് വൈ, പിന്നെ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നറിയോ? പ്ലസ് വൈ ഈക്വൽ ടു എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇവിടെ x മൈനസ് വൈ ചെയ്തിട്ടില്ല. ഞാൻ ഇനി x മൈനസ് വൈ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. x മൈനസ് വൈ ഈക്വൽ ടു എന്താ? x മൈനസ് വൈ കിട്ടുക 3 മൈനസ് -5. ശ്രദ്ധിക്കണം കേട്ടോ. 3 മൈനസ് -5 ഞാൻ പറഞ്ഞു നെഗറ്റീവ് നമ്പറിന്റെ നെഗറ്റീവ് വന്നു. സോ 3 പ്ലസ് 5 എന്താ ഉത്തരം കിട്ടുക? 8 ഓക്കെ, ഞാൻ ഇതിലൊന്ന് ചെക്ക് ഇടാൻ പോവാണ്. അപ്പൊ x മൈനസ് വൈ എനിക്ക് കിട്ടി 8 പ്ലസ് y ആണ്. y എന്ന് പറയുമ്പോൾ എത്രയാണ്? -5 ആണ്. അങ്ങനെ വന്ന പ്രശ്നമൊന്നുമില്ല. വലുതിന്റെ ചെറുത് കുറച്ച്, വലുതിന്റെ ചിഹ്നം ഇടുക എന്ന് പറഞ്ഞു. അപ്പൊ 8ന്ന് 5 കുറച്ചെന്ന് വെച്ചാൽ 3, 8ന്റെ ചിഹ്നം പ്ലസ്. x തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്? യെസ്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, x മൈനസ് വൈയിലൂടെ y കൂട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ എന്ത് തന്നെ കിട്ടുക? x തന്നെ കിട്ടുക. അത് പോസിറ്റീവ് ആയാലും ശരി, നെഗറ്റീവ് ആയാലും ശരി. നിങ്ങൾ ഇങ്ങനത്തെ കുറെ വാല്യൂസ് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി ഇതേപോലെയുള്ള ധാരാളം വാല്യൂസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയ്യുന്ന കണക്കുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് എക്സും വൈയും ഒക്കെ വെച്ചുകൊണ്ടുള്ള കണക്കുകൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ. അല്ലാതെ അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നമുക്ക് കാണുമ്പോൾ ആകെപ്പാടെ സംശയമൊക്കെ വരും. പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് വരിക, പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് എക്സിന് എന്തെങ്കിലും ഒരു വാല്യൂസ്, ചിലപ്പോൾ പരീക്ഷയ്ക്ക് എക്സിന്റെ വാല്യൂസ് നമുക്ക് തരും, ഇന്നെ വാല്യൂസ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് തന്നെ പറയും. പിന്നെ അത് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കൊന്നും വേണ്ട.
എന്തായാലും ഞാൻ കുറെ വർക്ക്ഷീറ്റുകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വർക്ക്ഷീറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലുള്ള ചോദ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സോ ഈ പറഞ്ഞ ക്രിയകളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഞാൻ വിചാരിക്കുക മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ അത് ഒരു രക്ഷയില്ലാത്തത് കൊണ്ടാണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എടുക്കുന്ന പോലെയുള്ള ഒരു കോൺഫിഡൻസിലല്ല ഞാൻ നിങ്ങളോട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ എന്ന് പറയുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ലേ ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ. ഇനി കുറേ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ കൺഫ്യൂഷൻസ് വരുന്നുണ്ടാവും. അതിനെന്താ ചെയ്യുക, ഇതിനെന്താ ചെയ്യുക, വളരെ കാമായിട്ട് ആലോചിക്കേണ്ടോ, വളരെ കാമായിട്ട്. പക്ഷെ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് അത്ര പ്രാധാന്യമുള്ളൊരു 3-4 കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് അങ്ങ് എടുത്തു വയ്ക്കുക. അത് മാത്രം. എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ കണക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത്ര എന്നും പറയാറുള്ളതാണ്, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. സോ ഞാൻ റബ്ബ് ഇത് കളയട്ടെ എന്നിട്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് കിടക്കട്ടെ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ പറയുന്നത് കുറച്ചും കൂടി രസകരമായ ഒരു കാര്യമാണ് കേട്ടോ. രസകരമായ കാര്യം, അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ക്രിയകളെ നമുക്ക് മറ്റൊരു രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കണം. വേറെ രീതിയിലേക്ക് ഈ കാര്യത്തിനെ പറയാൻ പറ്റുമോ നോക്കുക. നമ്മള് യാത്രകൾ ചെയ്യാം. യാത്രകൾ എപ്പോഴും നമ്മൾ എങ്ങനെ ചെയ്യാം? ഇപ്പൊ നമുക്ക് അറിയാത്തൊരു സ്ഥലത്തേക്കൊക്കെ നമ്മളിപ്പോ യാത്ര ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ വെച്ചാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യാറുള്ളത് അല്ലെ? ആ ഗൂഗിൾ മാപ്പ് എടുക്കുക. ഗൂഗിൾ മാപ്പിൽ നമ്മൾ ആ സ്ഥലങ്ങൾ കൊടുക്കുക, ഡെസ്റ്റിനേഷൻ കൊടുക്കുക, ഡയറക്ഷൻ കാണിച്ചു തരും. അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെ പോണ വഴിയിൽ ഇടയ്ക്ക് മദാമ പറയാറുണ്ട്, നമ്മുടെ ഇംഗ്ലീഷുകാരത്തി പറയാറുണ്ട്. എന്താ പറയാറുള്ളത്? വലത്തോട്ട് തിരിയുക, ഇടത്തോട്ട് തിരിയുക, ടേൺ ലെഫ്റ്റ്, ടേൺ റൈറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഈ വലത്തും ഇടത്തും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാട്ടോ. എന്ത് ഈ വലത്ത് എന്താ, ഇടത്ത് റൈറ്റ് എന്താ, ലെഫ്റ്റ് എന്താന്ന് അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ട് അല്ലെ? അങ്ങനെയൊക്കെ പറയുമ്പോൾ അതായത് നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ ഡയറക്ഷൻ പ്രാധാന്യമുണ്ട്. നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരേണ്ടി വന്നേക്കാം അല്ലെ? അങ്ങനെ ഡയറക്ഷന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു യാത്ര എന്ന് പറയുമ്പോൾ. എല്ലായ്പ്പോഴും ഒരാൾക്ക് ഒരേ ഡയറക്ഷനിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട് അല്ലെ? അപ്പൊ ഡയറക്ഷൻ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഞാനിവിടെ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല് നമ്മളൊരു സ്പീഡിൽ യാത്ര ചെയ്യാണെന്ന് വിചാരിക്കാം. ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാണെന്ന് വിചാരിക്കാം. യാത്ര ചെയ്യുമ്പോൾ ഓരോ സമയത്തിനനുസരിച്ചിട്ട് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നമ്മൾ എത്തുന്ന സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസിന് വ്യത്യാസം വരും അല്ലേ? ഞാനിപ്പോൾ ഇവിടുന്ന് യാത്ര തുടങ്ങി, ഞാനൊരു 10 മീറ്റർ പെർ സെക്കൻഡിൽ യാത്ര തുടങ്ങി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഞാൻ 10 മീറ്റർ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവും. 2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഞാൻ 20 മീറ്റർ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ? എനിക്ക് വേണമെങ്കിൽ ആ സൈഡിലേക്ക് യാത്ര ചെയ്യാം, എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് യാത്ര ചെയ്യാം, എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എനിക്ക് യാത്ര ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരാള് 10 മീറ്റർ പെർ സെക്കൻഡിന് യാത്ര തുടങ്ങി ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ വലത് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവും 10 മീറ്റർ. ഇവിടെ നിന്ന് 20 മീറ്റർ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവും 2 സെക്കൻഡ് കഴിയുമ്പോഴേക്ക്. ഇവിടെ നിന്ന് 30 മീറ്റർ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവും 3 സെക്കൻഡ് കഴിയുമ്പോഴേക്ക്. ഞാൻ ഇവിടേക്കാണ് യാത്ര ചെയ്യുന്ന വെച്ചാലോ അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും അല്ലേ? ശരിയല്ലേ? എന്നാൽ 2 ആളുകൾ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കാം. 2 ആളുകൾ, ഒരാൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്നു, ഒരാൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നു എന്ന് വിചാരിക്കുക. യെസ്, വലത്തോട്ട് യാത്ര ചെയ്യുന്നു, ഇടത്തോട്ട് യാത്ര ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങളുടെ റൈറ്റും ലെഫ്റ്റും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ റൈറ്റ് ആണത്, എൻ്റെ ലെഫ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഓക്കെ. അപ്പോ അവസാനം ഇവർ 2 പേരും തമ്മിലുള്ള അകലം അതെന്താവും എന്നാണ് എനിക്കൊന്ന് അറിയേണ്ടത്. യെസ്, നമുക്ക് നോക്കാം. യെസ്, ഞാൻ അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു ഇത് തരികയാണ്, ഒരു ടേബിൾ ഞാൻ തരികയാണ് കേട്ടോ. ഒരു ഫസ്റ്റ് സഞ്ചാരം, സെക്കൻഡ് സഞ്ചാരം, ആദ്യത്തെ സഞ്ചാരം, രണ്ടാമത്, അതായത് ഫസ്റ്റ് എൻ്റെ ഒരു യാത്ര, രണ്ടാമത് എൻ്റെ ഒരു യാത്ര, അതിൻ്റെ ഒരു ഇത് ഞാൻ തരികയാണ് കേട്ടോ. നിങ്ങൾക്കൊരു ടേബിൾ തരികയാണ് കേട്ടോ. ഞാനിവിടെ തരുന്നു ഒരു ടേബിള്. ഇത് ആദ്യത്തെ കേട്ടോ, ഫസ്റ്റ് ജേർണി. ഇത് സെക്കൻഡ് ജേർണി.
സെക്കൻഡ്, ഇവിടെ ഞാൻ ഒരു ടേബിൾ എഴുതാൻ പോവാണ്. 5 മീറ്റർ റൈറ്റ് ഹാൻഡ് സൈഡ് കേട്ടോ, റൈറ്റ് വലത്ത് കേട്ടോ, വലത്ത് മലയാളം. ഇവിടെ ഒരു 3 മീറ്റർ റൈറ്റ്. അടുത്തത് ഇവിടെ ഒരു 3 മീറ്റർ റൈറ്റ്. ഇവിടെ വരുമ്പോഴേക്ക് ഒരു 5 മീറ്റർ റൈറ്റ്. അങ്ങനെ ഗ്യാപ്പ്. ഞാൻ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു 5 മീറ്റർ ലെഫ്റ്റ്. പിന്നെ ഇപ്പുറത്ത് ഒരു 3 മീറ്റർ റൈറ്റ് കേട്ടോ, റൈറ്റ്. യെസ്. പിന്നെ വീണ്ടും ഉണ്ട് കേട്ടോ, വീണ്ടും വരുന്നുണ്ട്. ഒരു 3 മീറ്റർ ലെഫ്റ്റ്, 3 മീറ്റർ ലെഫ്റ്റ്. അപ്പുറത്ത് ഒരു 5 മീറ്റർ ലെഫ്റ്റ്. ഇങ്ങനെയൊക്കെ നമുക്ക് പല തരത്തിലുള്ള ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് എഴുതിയിട്ടുള്ളൂ കേട്ടോ, മുഴുവൻ എഴുതിയിട്ടില്ല, അത് കുറേ ഉണ്ട്. എനിക്ക് വേണ്ടത് അവസാനം ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടാവും എന്നാണ്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു ഡയറക്ഷൻ ലൈന് വരയ്ക്കുകയാണ് കേട്ടോ. ഞാൻ ഇവിടെയാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വിചാരിക്കാം. എൻ്റെ സ്റ്റാർട്ടിംഗ് ഇതാണ് എൻ്റെ റൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റൈറ്റ് കേട്ടോ. യെസ്, ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ റൈറ്റ് പോലെ തന്നെയാണ്, കുഴപ്പമില്ല. ഇവിടെയാണ് എൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഇടത് ഭാഗം എന്ന് പറയുന്നത്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ കേട്ടോ, അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ മാറി നോക്കണ്ട. ഓക്കെ, ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ആദ്യം ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. ഞാൻ ആദ്യത്തെ ഫേസിൽ, ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ ഒരു 5 മീറ്റർ അങ്ങോട്ട് യാത്ര ചെയ്യും. 5 മീറ്റർ കേട്ടോ. ഇവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്യാം. 1 2 3 4 5 5 മീറ്റർ യാത്ര ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ അതിലോട്ട് തന്നെ നമ്പർ ഇടാം. 1 2 3 4 5. അപ്പൊ തുടങ്ങിയ ഞാൻ ആ ഘട്ടത്തിന് ഞാൻ 0 മാർക്ക് ചെയ്യും. ഓക്കെ, അവിടെ വെച്ച് നിന്നു. ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. എന്നിട്ട് അടുത്ത ഘട്ടമായപ്പോഴേക്ക് അവിടുന്ന് ഒരു 3 മീറ്റർ കൂടി യാത്ര ചെയ്യും. അപ്പൊ ഒരു 3 മീറ്റർ കൂടെ. 1 2 3. അപ്പൊ ഇവിടെ 6 7 8. ഇപ്പൊ ഞാൻ എവിടെ എത്തിയിട്ടുണ്ടാവും? 8 മീറ്റർ എത്തിയിട്ടുണ്ടാവും. 8 മീറ്റർ എവിടെ? 8 മീറ്റർ റൈറ്റിലെ വലത് ഭാഗത്ത് എത്തിയിട്ടുണ്ടാവും അല്ലേ? ഞാൻ ആദ്യം ഒരു 5 മീറ്റർ ഇടയ്ക്ക് യാത്ര ചെയ്തു. പിന്നെ അവിടുന്ന് ഒരു 3 മീറ്റർ കൂടി അങ്ങോട്ട് യാത്ര ചെയ്തു, റൈറ്റിലേക്ക് തന്നെ. സോ ടോട്ടൽ ഐ ഹാവ് കവേർഡ് 8 മീറ്റേഴ്സ് റൈറ്റ് അല്ലെ? 8 മീറ്റർ വലത്തോട്ട് യാത്ര ചെയ്തു. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് 3 മീറ്റർ റൈറ്റ്, 5 മീറ്റർ റൈറ്റ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു 3 മീറ്റർ യാത്ര ചെയ്തു, ഇവിടെ എത്തി. പിന്നെ അവിടുന്ന് ഒരു 5 മീറ്റർ കൂടി യാത്ര ചെയ്തു. അപ്പോഴും ഞാൻ എവിടെ തന്നെയാണ് ഉണ്ടാവുക? 8 മീറ്റർ റൈറ്റ്, 8 മീറ്റർ വലത് തന്നെ, വലത് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അടുത്ത ഘട്ടം നോക്കട്ടെ. 5 മീറ്റർ ലെഫ്റ്റ്. ലെഫ്റ്റ് ആണ്, ഇതാ ഇങ്ങോട്ടാ. സോ 1 2 3 4 5 ഇങ്ങോട്ട് പോകും. 5 മീറ്റർ ലെഫ്റ്റ്. 1 2 3 4 5 ഇങ്ങോട്ട്. എന്നിട്ടോ 3 മീറ്റർ റൈറ്റിങ്കിലും. ഇവിടെ എത്തിയ ഞാന് ശ്രദ്ധിച്ചോട്ടോ, ഇവിടെ എത്തിയ ഞാന് ഒരു 3 മീറ്റർ റൈറ്റിലേക്ക് തന്നെ പോയി. അപ്പൊ ഞാൻ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി. അപ്പോ 1 അല്ലെ, ഇവിടുന്ന് 1 ചാടി, പിന്നെ 1 കൂടി ചാടി, പിന്നെ 1 കൂടി ചാടി. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ ശ്രദ്ധിച്ചോ എങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത്. ആദ്യം ഞാനൊരു 5 മീറ്റർ ലെഫ്റ്റിലേക്ക് യാത്ര ചെയ്തു. അവിടെ വന്ന് നിന്നു, ഞാൻ വെള്ളം കുടിച്ചു. എന്നിട്ട് 3 മീറ്റർ ഞാൻ റൈറ്റിലേക്ക് യാത്ര ചെയ്തു. അതായത് അവിടെ എത്തിയപ്പോൾ ഞാൻ ആരോട് പറഞ്ഞാൽ 3 കിലോമീറ്റർ അങ്ങോട്ട് തന്നെ പോകണം, ബാക്കിലേക്ക് തന്നെ പോകണം. സോ ഞാൻ 3 കിലോമീറ്റർ അങ്ങോട്ട് തന്നെ പോകും. അവസാനം ഞാൻ ഇവിടെ എത്തിപ്പെട്ടു എന്നർത്ഥം. ഇവിടെ ഞാൻ എത്തിപ്പെട്ടു എന്നർത്ഥം അല്ലെ? ഇവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞു വെച്ചാല് ഞാൻ ഇപ്പൊ എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്? തുടങ്ങിയോടത്തുനിന്ന് 1 2 മീറ്റർ. 2 മീറ്റർ എവിടെ? 2 മീറ്റർ എവിടെ? 2 മീറ്റർ ലെഫ്റ്റിലാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് അല്ലെ? 2 മീറ്റർ ലെഫ്റ്റിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ 5 മീറ്റർ ലെഫ്റ്റിലേക്ക് സഞ്ചരിച്ച് 3 മീറ്റർ റൈറ്റിലേക്ക് സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം
റിസൾട്ടന്റ് ആയിട്ട് അവസാനമായിട്ട് ഫൈനലായിട്ട് തുടങ്ങിയിടത്തുനിന്ന് ഒരു 2 മീറ്റർ ലെഫ്റ്റിലായിരിക്കും എത്തിപ്പെട്ടിട്ടുണ്ടാവുക എന്നർത്ഥം. ക്ലിയർ അല്ലേ? ആ പറഞ്ഞു. ഇനി അടുത്തതൊന്നും നോക്കാം. 3 മീറ്റർ ലെഫ്റ്റ്, 5 മീറ്റർ ലെഫ്റ്റ്. ശ്രദ്ധിച്ചോളൂ. 3 മീറ്റർ ലെഫ്റ്റ്, 1 2 3 മീറ്റർ പെടുത്തി. ഇനി അവിടെ നമ്മൾ 5 മീറ്റർ വേണം കേട്ടോ. അപ്പൊ 1 2 3 4 5 പെടുത്തി. നോക്കിക്കോട്ടെ, എണ്ണി നോക്കിക്കോ. 1 2 3 4 5 6 7 8 ഇവിടെ എത്തിയിട്ടുണ്ടാവും അർത്ഥം. അവിടെ എന്ന് പറഞ്ഞാൽ 8 മീറ്റർ ഇങ്ങോട്ട് എത്തി. 8 മീറ്റർ എവിടേക്ക് എത്തി? ലെഫ്റ്റിലോട്ട്. 8 മീറ്റർ ലെഫ്റ്റിലോട്ട് എത്തി. അപ്പൊ ഒരു യാത്രയുടെ ഡയറക്ഷൻ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചില കണക്കുകൾ ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിചിതമാണ്. കുഴപ്പമൊന്നുമില്ലാത്ത കാര്യമാണ്, നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? പക്ഷെ ഈ ഡയറക്ഷൻ റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ കുറെ കൺഫ്യൂഷൻസ് ഉണ്ട് നമുക്ക് അല്ലേ? കുറെ പ്രശ്നങ്ങൾ നമുക്ക്. അത് ആദ്യം റൈറ്റ് പിന്നെ ഒരു ലെഫ്റ്റ് എന്നൊക്കെ പറയുമ്പോഴുള്ള കുറെ ബുദ്ധിമുട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ, റൈറ്റിലേക്കുള്ള യാത്ര മുഴുവനും പോസിറ്റീവായിട്ടും ലെഫ്റ്റിലേക്കുള്ള യാത്രകളെല്ലാം നെഗറ്റീവായിട്ടും ഒന്ന് കൺസിഡർ ചെയ്താലോ നമുക്ക്. അപ്പൊ റൈറ്റിലേക്കുള്ള യാത്രകളെല്ലാം പോസിറ്റീവായിട്ടും ലെഫ്റ്റിലോട്ടുള്ള യാത്രകളെല്ലാം നെഗറ്റീവായിട്ടും നമുക്കൊന്ന് പരിഗണിച്ചാലോ. നോക്കുക എന്താ സംഭവിക്കുക. അപ്പൊ ഞാൻ ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസുകളൊക്കെ എഴുതാനുണ്ട്. ഇവിടെ -1 അല്ലെ, -2 -3 -4 -5 -6 -7 -8. ഓക്കെ, അപ്പൊ എല്ലാം നെഗറ്റീവ് കൊടുത്ത് ശരിയാണ്. അപ്പൊ അങ്ങോട്ടല്ല പോസിറ്റീവ്, ഇങ്ങോട്ടല്ല നെഗറ്റീവ്. ഓക്കെ, ഡയറക്ഷൻ ആണ് ഈ വര, എന്റെ യാത്രയുടെ ഡയറക്ഷൻ. ഇത് അങ്ങോട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് പോസിറ്റീവ് ആയിട്ടും, ഇങ്ങോട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നെഗറ്റീവ് ആയിട്ട് ഞാൻ അതിനെ കൺസിഡർ ചെയ്യാം. നടുവിൽ 0, അതായത് എന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. അതാണ് എന്റെ 0 എന്ന് പറയുന്നത്. അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ മറ്റൊരു രീതിയിലൊന്ന് സൂചിപ്പിക്കാൻ പറ്റുമോ ഈ കള്ളികളെ എന്നൊന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ ആ കള്ളികളൊന്ന് റീകൺസ്ട്രക്ട് ചെയ്യാണ്. എന്റെ ഫസ്റ്റ് ഫേസ്, എന്റെ സെക്കൻഡ് ഫേസ്, എന്റെ റിസൾട്ട് ഞാൻ എവിടെ എത്തിയിരുന്നത്. അപ്പൊ ഞാൻ ആദ്യം 5 മീറ്റർ റൈറ്റ്, അപ്പൊ 5 അല്ലേ പോസിറ്റീവ്. പിന്നെ 3 മീറ്റർ റൈറ്റ്, ഓക്കെ 3 തന്നെയാണ്. അപ്പൊ 5 3 അങ്ങോട്ട് യാത്ര ചെയ്തു. അപ്പൊ 8 മീറ്റർ പോസിറ്റീവ്. 8 മീറ്റർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് എവിടേക്കാണ് ഡയറക്ഷൻ? റൈറ്റ് ഹാൻഡ് സൈഡാ, വലത്താ. അപ്പൊ 8 മീറ്റർ വലത് ഭാഗത്ത്, റൈറ്റ് ഹാൻഡ് സൈഡ്. ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് മനസ്സിലായി. യെസ്, ഞാൻ അടുത്ത എഴുതാം. 3 മീറ്റർ റൈറ്റ്, പിന്നെ 5 മീറ്റർ കൂടി റൈറ്റ്, ടോട്ടൽ 8 മീറ്റർ റൈറ്റ്. പോസിറ്റീവ് തന്നെയാണ്. 3 5 കൂടി കൂട്ടി കഴിഞ്ഞെന്ന് വെച്ചാൽ 8. 3 5 കൂടി കൂട്ടി കഴിഞ്ഞെന്ന് വെച്ചാൽ 8. സോ ടോട്ടൽ 8 കഴിഞ്ഞു. അടുത്തതോ 5 മീറ്റർ ലെഫ്റ്റ്. ലെഫ്റ്റ് ആണ് കേട്ടോ. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഡയറക്ഷൻ ഇത്. മൈനസ് 3 മീറ്റർ റൈറ്റ് കേട്ടോ. 3 മീറ്റർ റൈറ്റ് ആണ്. റൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ? പോസിറ്റീവ് ആണ് കേട്ടോ. എന്റെ റിസൾട്ട് കിട്ടണം, അതായത് അവസാനം ഫൈനലി ഇപ്പൊ എവിടെയാണ് അറിയണം. അതായത് -5ലൂടെ പിന്നെ ഞാൻ യാത്ര ചെയ്ത 3 കൂട്ടണം എന്നർത്ഥം അല്ലെ? എനിക്കറിയാം ഞാനിപ്പോ എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ 2 മീറ്റർ ലെഫ്റ്റിലാണ്. ലെഫ്റ്റിന് ഞാൻ എനിക്ക് ചിഹ്നം കൊടുക്കേണ്ടത് എന്താണ്? മൈനസ് എന്നാണ്. അപ്പൊ -2. ഞാൻ ഈ ക്രിയ ഒന്ന് ചെയ്തു നോക്കുകയാണ്. -5 + 3, വലുതുന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം എന്താണ്? -2. കണ്ട, വലുതുന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം -2. ശരിയല്ലേ? കണ്ട, അപ്പൊ ഇവിടെ ഞാൻ ആ -2 കൊടുത്തത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല, അതിന്റെ ഒരു ഡയറക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഞാൻ ഈ ലൈനിലേക്ക് ഒന്ന് വരികയാണല്ലോ, തിരിച്ചു വരിക. ഞാൻ ആദ്യം 5 മീറ്റർ ലെഫ്റ്റ്, 1 2 3 4 5 -5 ഞാൻ കേട്ടോ. അതായത് ഇവിടെ -5 എത്തി. കണ്ട, ഇനി -5 കൂടെ ഞാൻ എന്ത് ചെയ്യാണ്? 3 കൂട്ടുക. സോ 3 കൂട്ടുകയാണ്. കൂട്ടുക എന്ന് പറഞ്ഞാൽ വലതു ഭാഗത്തേക്ക്. അപ്പൊ 1 2 3 ചാട്ടം ചാടി ഇവിടെ എത്തി. കണ്ട, എവിടെ എത്തി? നമ്മളെ -2 എത്തി. കണ്ടോ?
അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ലൈന് നമ്മുടെ മനസ്സിൽ സാങ്കല്പികമായിട്ട് ഉണ്ടെങ്കിൽ, ഒരു ഇമാജിനറി ആയിട്ട് നമ്പേഴ്സ് അടയാളപ്പെടുത്തിയ ഒരു ലൈന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിയകൾ ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല എന്നർത്ഥം. അടുത്ത എക്സാമ്പിൾ കൂടി ഞാൻ പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. 3 മീറ്റർ ലെഫ്റ്റ്, -3. 5 മീറ്റർ ലെഫ്റ്റ്, -5. കണ്ട? ഇനി ഇത് രണ്ടും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. നോക്കിക്കോട്ടോ. 1 2 3 -3 ഇനി ഒരു 5 കൂടി. 1 2 3 4 5 എവിടെ എത്തി? കണ്ടോ? -8 ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അല്ലേ? -3 -5 എന്ന് പറയുമ്പോ -3 -5 എന്ന് പറയുമ്പോ എന്താണ് ഉദ്ദേശിക്കുന്നത്? യെസ്, 8 -8 ആണ് എന്നർത്ഥം. കണ്ടോ? അപ്പൊ ഇത് നമുക്ക് ഈ പറഞ്ഞ ക്രിയകള്, 2 നെഗറ്റീവ് വരുമ്പോ 1 പോസിറ്റീവ് വരുമ്പോ ഒക്കെ ഈ ക്രിയകൾ ചെയ്യാൻ നമുക്ക് ഇതേപോലെ ലൈന് നമ്മുടെ മനസ്സിൽ ഇമാജിനറി ആയിട്ടുണ്ടെങ്കിൽ, അതായത് ലൈനിന്റെ എവിടെയെങ്കിലും 0, അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കൊക്കെ ഒരേ ഡിസ്റ്റൻസിൽ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊക്കെ ഒരേ ഡിസ്റ്റൻസിലുള്ള നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്രിയകൾ ആ ലൈന് വെച്ചുകൊണ്ട് ആലോചിക്കാൻ പറ്റും. എവിടൊക്കെ. അപ്പോൾ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക്, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക്. കണ്ടോ? ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ റൈറ്റിലേക്ക് പോകണം, സബ്സ്ട്രാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് പോകണം. ഈ രീതിയിലൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയേക്കാം. ഇവിടെ ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഈ നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഡയറക്ഷൻ സൂചിപ്പിക്കാൻ കൂടിയാണ് എന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇത് ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മുകളിലോട്ട് പോവാ താഴോട്ട് പോവാ എന്ന് പറയുമ്പോഴുള്ള ഒരു പ്രയോഗത്തിനാണ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് അവിടെ ഉപയോഗിച്ചത്, അതായത് ആ ഡയറക്ഷൻ സൂചിപ്പിക്കാൻ. ഇവിടെ അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്ന ഡയറക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന ആശയം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അർത്ഥം. എന്തായാലും അത് വെച്ചുകൊണ്ടും ഡയറക്ഷൻ വെച്ചുകൊണ്ടും നമുക്ക് ക്രിയകളെ വിശദീകരിക്കാൻ പറ്റും എന്നർത്ഥം. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രം കാണിച്ചു തന്നാണ്. ഇതിന്റെ ടേബിളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പൊ ഒരു ഉദാഹരണമായിട്ട് ആദ്യം ഒരാള് 23 മീറ്റർ ഇടത്തോട്ട് സഞ്ചരിച്ചു, ഇടത്തോട്ട്. പിന്നെ അയാള് 5 മീറ്റർ റൈറ്റിലേക്ക് സഞ്ചരിച്ചു, റൈറ്റിലേക്ക്. അപ്പൊ ആദ്യം 23 മീറ്റർ ലെഫ്റ്റ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ് കേട്ടോ, -23 പ്ലസ്. പിന്നെ 5 മീറ്റർ റൈറ്റ്. 5 മീറ്റർ റൈറ്റ് എന്ന് പറയുമ്പോൾ പ്ലസ് തന്നെയാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചെയ്താൽ അതിന്റെ റിസൾട്ടായി അവസാന സ്ഥാനമായി. അപ്പൊ 23 നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. വലുതെന്ന് ചെറുത് കുറച്ച്, വലുതിന്റെ ചിഹ്നം 18 അല്ലെ? 23 5 കുറച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ 18. 23ന്റെ ചിഹ്നം എന്താണ്? -18. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 18 മീറ്റർ ലെഫ്റ്റിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്നർത്ഥം. എന്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയോടത്തുനിന്ന് അല്ലെ, ഞാൻ തുടങ്ങിയോടത്തുനിന്ന്, സ്റ്റാർട്ടിങ് തുടങ്ങിയോടത്തുനിന്നല്ല, ഞാൻ എന്റെ യാത്ര തുടങ്ങിയോടത്തുനിന്ന് ഇപ്പോ നിൽക്കുന്നത് 18 മീറ്റർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് എന്നർത്ഥം. അപ്പൊ ക്രിയയാണത്, നമ്മളിപ്പോ ചെയ്ത കാൽക്കുലേഷൻ ആണ്. അത് വേറെ ഒന്നുമല്ല, -23 + 5. സോ വലുതിന്റെ ചെറുത് കുറച്ച്, വലുതിന്റെ ചിഹ്നം കണ്ട. അപ്പൊ ഇവിടെ 18 മീറ്റർ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് എന്ന് സൂചിപ്പിക്കാനാണ് അവിടെ ആ ചിഹ്നത്തിന്റെ പ്രസക്തി. മൈനസ് എന്ന് പറയുന്ന ആ ചിഹ്നത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ആ ഡയറക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്ക് ഇതേപോലെ തന്നെ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ കുറച്ചുകൂടി ഇനി എക്സും വൈയും ഒക്കെ വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ ഇത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ മറ്റൊരു എക്സാമ്പിൾ അവിടെ തന്നിരിക്കുന്നത്, എക്സും വൈയും വെച്ചുകൊണ്ടുള്ള ഒരു എക്സാമ്പിൾ. അതുകൂടി ഞാനൊന്ന് പറയാം. എന്താ വെച്ചാൽ ആ ഒരു പോർഷൻ, ആ ഒരു ഭാഗം നമുക്ക് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് സോ ഞാൻ ഒന്ന് പറയാം കേട്ടോ. ഇതൊന്ന് വായിക്കാം. ഇതിപ്പോ ക്ലിയർ ആയിട്ടുണ്ട്. ഇത് വെറുതെ ഞാൻ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മറ്റൊരു ഇതുള്ളത്, ഇപ്പൊ നമുക്ക് എക്സ് വൈ എന്ന് പറയുന്ന 2 നമ്പേഴ്സ് ഉണ്ട്. അതിന് എക്സ് എന്ന് പറയുന്നത് വൈനേക്കാൾ ചെറുതാണ്. 2 പോസിറ്റീവ് സംഖ്യകളാണ്. 2 പോസിറ്റീവ്, എക്സ് ആൻഡ് വൈ ആർ പോസിറ്റീവ് നമ്പേഴ്സ് ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ 1. അങ്ങനെയാണെങ്കിൽ x - y എന്ന് പറയുന്നത്
അതായത് എക്സിൽ നിന്ന് വൈ കുറയ്ക്കുക എന്ന് പറയുന്നത് സത്യത്തില് എന്താണെന്നറിയോ, വൈയിൽ നിന്ന് എക്സ് കുറച്ചിട്ട് അതിന്റെ ചിഹ്നം ഒന്ന് മാറ്റുന്നതാണ്. അതാണ് ഒരു ക്ലിയർ, ഒന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ് ഞാൻ ആ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എക്സ് ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞപ്പോഴാണ്, എക്സ് വൈനേക്കാൾ ചെറുത് എന്ന് പറഞ്ഞപ്പോഴാണ്. നേരെ തിരിച്ച് എക്സ് വൈനേക്കാൾ വലുതാണെങ്കിലോ എന്നൊന്നുകൂടി ആലോചിക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് നോക്കാം. ഇപ്പൊ ഞാൻ എക്സിന് 7 എന്നുള്ള വിലട്ട് കൊടുക്കുകയാണ്, വൈക്ക് 3 എന്നുള്ള വിലട്ട് കൊടുക്കുക. എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഈ എഴുതിയ സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ മുന്നത്തെ കണക്കോട് ചെയ്തപ്പോ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ പരിശോധിക്കില്ല, അതിന്റെ കൂടെ ചെയ്യുന്നത്. അപ്പൊ ഈ എക്സ് വൈനേക്കാൾ വലുതാണെങ്കിലും, അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോട്ടോ, എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 7 മൈനസ് 3 സമം എന്താണ്? 4. ഇനി y മൈനസ് എക്സ് എന്ന് പറഞ്ഞു കേട്ടോ, y മൈനസ് എക്സ് എന്ന് പറയുന്നത് 3 മൈനസ് 7 ആണ്. 3 മൈനസ് 7 എന്ന് പറയുന്നത് എത്രയാ? -4. പക്ഷേ മൈനസ് ഓഫ് y മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് y മൈനസ് എക്സ്. മൈനസ് ഓഫ് -4 പഠിച്ചില്ലേ? ഒരു ന്യൂനസംഖ്യയുടെ ന്യൂനം എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ് ആണ്. 8, സോറി 8 അല്ല, ഞാൻ കുട്ടിയാണ് 4 തന്നെയാണ് അല്ലെ? പോസിറ്റീവ് ആയിട്ടുള്ള 4 തന്നെയാണ് അർത്ഥം. കണ്ടോ? അപ്പൊ ഇത് രണ്ട് സെയിം അല്ലേ? നോക്കാം. എക്സ് എന്ന് പറയുന്നത് വൈനേക്കാൾ വലുതാവുന്ന സന്ദർഭത്തില് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് മൈനസ് ഓഫ് വൈ മൈനസ് എക്സിന് തുല്യമാണെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ നോക്കണ്ടേ? ഈ കണ്ടീഷൻ ഞാൻ നേരെ തിരിച്ചെടുക്കാം കേട്ടോ, നേരെ തിരിച്ചെടുക്കാൻ. ഞാൻ എന്തെടുക്കണം അറിയോ? എക്സ് എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെ ഒരു 5 എടുക്കാണ്, വൈ എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെ ഒരു 7 എടുക്കണം. ഇപ്പൊ ശരിയല്ലേ? എക്സ് വൈനേക്കാൾ ചെറുതാണ്. ഞാൻ ആദ്യം എക്സ് മൈനസ് വൈ എന്ന് കാണുന്നു. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5 മൈനസ് 7 അല്ലേ? 5 മൈനസ് 7 എന്ന് പറഞ്ഞാൽ -2. വലുതിന് ചെറുത് കുറച്ച്, വലുതിന്റെ ചിഹ്നം -2. ഞാൻ y മൈനസ് എക്സ് എന്ന് കാണുന്നു. y മൈനസ് എക്സ് is equal to y മൈനസ് എക്സ് is equal to എത്രയാ? 7 മൈനസ് 5. 7 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. അപ്പോ മൈനസ് ഓ y മൈനസ് എക്സ് എന്താ കിട്ടുക? -2. കണ്ടോ? സെയിം ആണ്. അപ്പോ x മൈനസ് y ഈക്വൽ ടു മൈനസ് ഓഫ് y മൈനസ് എക്സ് സെയിം ആണ്. അപ്പോ രണ്ട് കണ്ടീഷനിലും എക്സ് വൈനേക്കാൾ വലുതാവുന്ന സന്ദർഭത്തിലും എക്സ് വൈനേക്കാൾ ചെറുതാവുന്ന സന്ദർഭത്തിലും ഈ കണ്ടീഷൻ ശരിയാണ്. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് വൈയിൽ നിന്ന് എക്സ് കുറച്ചിട്ട് ചിഹ്നം ഒന്ന് മാറ്റിയിട്ടാൽ മതി. കണ്ടോ? ഇപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള കുറെ ധാരണകൾ കൂടി എത്തണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ലാസ്റ്റ് പറയുന്ന കാര്യത്രേ ഉള്ളൂ, എക്സ് വൈ എന്ന് പറയുന്നതിന് ഏത് നമ്പർ എടുത്തിട്ടുണ്ട് ചാലും. ഇനി നിങ്ങൾ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പർ എടുത്തിട്ട് പരിശോധിച്ച് നോക്കിക്കോട്ടോ, ഒരു കുഴപ്പമില്ല. ഇതിപ്പോ രണ്ടും അതിസംഖ്യകളാണെങ്കിലാ പറഞ്ഞത്, 2 പോസിറ്റീവ് നമ്പർ ആണെങ്കിലാ പറഞ്ഞത്. ഇനി നിങ്ങൾ വേണമെങ്കിൽ 2 നെഗറ്റീവ് നമ്പർ എടുത്തിട്ട് ഒന്ന് എന്താണ് കണ്ടീഷൻ എന്നുള്ളതൊന്ന് നോക്കിക്കോ. ഇനി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് നമ്പർ കൊടുത്തിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കിക്കോ. അപ്പോഴൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കിക്കോട്ടോ, എന്താണ് ഉത്തരം കിട്ടുക എന്നുള്ളതൊക്കെ നോക്കിക്കോട്ടെ. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഒരു 8 മൈനസ് 3 കൊടുത്തിട്ട് ഒരു ഉദാഹരണം കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. 8 മൈനസ് 3 കൂടി എടുത്തത്. 8 മൈനസ് 3 എടുക്കുമ്പോൾ ഡബിൾ വേണം എടുക്കാൻ. ഡബിൾ കാരണം എക്സ് വലുതാണ്. ഓക്കെ, അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ 8 എടുക്കുകയാണ്, y ഈക്വൽ ടു -3 എന്ന് എടുക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു നോക്കിക്കോട്ടോ. അപ്പൊ ഞാൻ ആദ്യം എക്സ് മൈനസ് വൈ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 8 മൈനസ് -3. പ്രശ്നമുണ്ട്. 2 നെഗറ്റീവ്. അപ്പൊ 8 പ്ലസ് 3 എത്രയാ? 11. വേഗം പറയും, വേഗം പറയും. അടുത്ത ഞാൻ y മൈനസ് എക്സ്. y മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ -3 മൈനസ് 8 എന്താ? -11. ഞാൻ വേഗം പറയും. അപ്പൊ മൈനസ് ഓഫ് y മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് -11 ഈക്വൽ ടു എത്രയാ? 11. രണ്ട് സെയിം ആണ്. സോ x മൈനസ് y ഈക്വൽ ടു മൈനസ് ഓഫ് y മൈനസ് എക്സ് ബോത്ത് ആർ സെയിം. കണ്ടാ? അപ്പൊ അതെ, x പോസിറ്റീവ് കൊടുത്താലും ശരി, y നെഗറ്റീവ് കൊടുത്താലും ശരി, കാര്യം നടക്കുന്നുണ്ട് എന്നർത്ഥം. സംഭവം ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് അർത്ഥം. അപ്പൊ x ആൻഡ് y
whether it is positive number, whether it is negative number, yeah, the statement is true. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഇതേപോലെ വേറെ സ്റ്റേറ്റ്മെന്റ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. എന്താണെന്ന് അറിയാം, അത് തന്നിരിക്കുന്ന വേറെ സ്റ്റേറ്റ്മെന്റ്, അത് കൂടി ഞാൻ പറയാം. ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ചെക്ക് ചെയ്യാൻ കാണിച്ചതൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. -x+y എന്ന് പറയുന്നത് y-x ആണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കുള്ള ജോലിയായിട്ട് ഇടും. സോ ചെക്ക് ഇറ്റ് whether this statement is true or false for any values of x and y. x നും y നും ഏത് വാല്യൂ കൊടുത്താലും ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് നിങ്ങൾ ഇനി സ്വയം പരിശോധിച്ച് നോക്കുക. യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പാണ്, യാതൊരു സംശയവും. അപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ഇന്ന്. യെസ്, ഇനി അടുത്ത ക്ലാസ്സിൽ ഇനി ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ പറയാണ്ട് ഡിവിഷൻ പറയാണ്ട് ഇപ്പൊ നമ്മൾ വെറും അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ മാത്രമാണ് നെഗറ്റീവ് നമ്പേഴ്സിന്റെ സംസാരിച്ചത് ഇത്ര നേരം, ഇത്ര ക്ലാസ്സുകളായിട്ട്. സോ ഇനി അടുത്ത ക്ലാസ്സിൽ എനിക്ക് നെഗറ്റീവ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. സോ ബി റെഡി ഫോർ ദാറ്റ് ക്ലാസ്. റെഡി അല്ലേ? സോ അപ് ടു ദാറ്റ് ടേക്ക് റെസ്റ്റ് ആൻഡ് ബി സേഫ്.